ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൺ ടിപ്സ്. ഇന്ന് നമുക്ക് ഒരു ജിലേബി തയ്യാറാക്കിയാലോ. നമുക്ക് വീട്ടിൽ തന്നെ വൈകുന്നേരങ്ങളിൽ കുട്ടികൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈസി ആയിട്ടൊരു ജിലേബി തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ 250 ഗ്രാം കപ്പിൽ നമ്മൾ ഉഴുന്നെടുത്ത് ഒരു 3-4 മണിക്കൂർ കുതിർത്തെടുത്തിട്ടുണ്ട്. അതൊന്ന് അരച്ചെടുക്കാം. അതിനകത്ത് കുറച്ച് വെള്ളം ചേർത്ത് കുതിർത്താൽ നമ്മൾ ആ വെള്ളം മൊത്തം വെച്ചിട്ട് നമുക്ക് അരച്ചെടുക്കാം. നല്ലപോലെ കഴുകി കുറച്ച് വെള്ളത്തിൽ കുതിർത്താൽ ആ വെള്ളവും നമുക്ക് അരയ്ക്കാൻ ഉപയോഗിക്കാം. അധികം വെള്ളം ആവശ്യമില്ല. പിന്നീട് ഇതിനകത്ത് കോൺഫ്ലവർ ചേർക്കുന്നുണ്ട്. നമ്മൾ അതിന് പകരം അരിപ്പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ കുറച്ച് വെള്ളം ഉണ്ടെങ്കിലും അരിപ്പൊടി ചേർക്കുമ്പോൾ ആ മാവ് ടൈറ്റ് ആയിക്കൊള്ളും. ഒരു നുള്ളുപ്പും ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം. നമുക്കിതിന് കളറിന് വേണ്ടിയിട്ട് നമ്മൾ ആർട്ടിഫിഷ്യൽ കളറൊന്നും ചേർക്കുന്നില്ല. നാച്ചുറലായിട്ട് നമ്മൾ ബീറ്റ്റൂട്ടിൻ്റെ ജ്യൂസാണ് ചേർക്കുന്നത്. അത് നല്ലപോലെ ചേർത്ത് നല്ലപോലെ ഇളക്കിയെടുക്കണം. നല്ലപോലെ ഇളക്കി തരിയൊന്നും ഇല്ലാതെ തന്നെ നല്ലപോലെ ഇളക്കി നമ്മൾ ബീറ്റ്റൂട്ടിൻ്റെ ജ്യൂസ് എടുക്കുമ്പോൾ ഒന്ന് അരിച്ച് എടുക്കണം. നല്ലപോലെ ഇളക്കി നമുക്ക് ഇനി ഒന്ന് കൈ വെച്ച് നല്ലപോലെ കുഴച്ചെടുക്കാം. ഇപ്പം നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം. ഇത് നമുക്കിനി ഒരു കവറിൽ നിറയ്ക്കാം. ഒരു മിൽമ കവർ, ഒഴിഞ്ഞ കവർ, നല്ലപോലെ ക്ലീൻ ചെയ്ത കവർ ഉണ്ടെങ്കിൽ അതിൽ നിറയ്ക്കാം. ഇല്ലെങ്കിൽ ഏതെങ്കിലും ക്ലീൻ ആയിട്ടുള്ളൊരു കവറിൽ നമുക്ക് നിറയ്ക്കാം. നിറച്ചതിന് ശേഷം നല്ലപോലെ റബ്ബർ ബാൻഡ് ഇട്ട് ടൈറ്റാക്കി കെട്ടണം. നമുക്ക് കവറിൻ്റെ മൂല ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്താൽ മതി. അധികം വലുതാവാൻ പാടില്ല. ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കണം. നമുക്കിനി പഞ്ചസാര ലൈന് തയ്യാറാക്കാം. ഉഴുന്നെടുത്ത മാവിന് ആ കപ്പിന് ഒരു 3/4 കപ്പോളം പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഒരു അര ഭാഗത്തിൽ കൂടുതലും വെള്ളവും ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ലൈനിയാക്കിയാൽ മതിയാവും, ടൈറ്റ് ആവേണ്ട ആവശ്യമില്ല. നല്ലപോലെ തിളച്ച് നല്ലപോലെ പഞ്ചസാര എല്ലാം അലിഞ്ഞ് നല്ലപോലെ ഒന്ന് തിളച്ച് വന്നാൽ മതിയാവും. ഇനി നമുക്ക് കളറും കൂടെ ചേർക്കാം. ഇതിനകത്തും കുറച്ച് നമ്മൾ ബീറ്റ്റൂട്ടിൻ്റെ ജ്യൂസ് തന്നെയാണ് ഒഴിക്കുന്നത്. ഇതിവിടെ കുറച്ചേ ചേർത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ ചേർക്കാം. പഞ്ചസാര എല്ലാം അലിഞ്ഞ് നല്ലപോലെ തിളച്ച് വരുന്നവരെ നമുക്കത് ലൈനി അടുപ്പിൽ തന്നെ ഇരിക്കട്ടെ. നമുക്കിനി മറ്റൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് നമ്മുടെ ജിലേബി പിഴിഞ്ഞെടുക്കാം. ഞാനിത് അത്ര ഷേപ്പൊന്നും ആയിട്ടല്ല ചെയ്തിരിക്കുന്നത്. ഞാൻ ഒരു കൈ കൊണ്ട് വീഡിയോ എടുക്കുകയും ഒരു കൈ കൊണ്ട് പിഴിയുകയും ചെയ്യുന്നതുകൊണ്ടാണ് അത്ര ഷേപ്പില്ലാതെ വന്നത്. നമുക്ക് കുറച്ചും കൂടെ ഒക്കെ ഷേപ്പായിട്ടും ചെയ്യാം. പക്ഷേ ഷേപ്പ് ഇല്ലെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് മൂപ്പിച്ചെടുക്കാം. ഇത് സിമ്മിൽ വെച്ച് വേണം നമുക്ക് മൂപ്പിച്ചെടുക്കേണ്ടത്, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് അത് ഒരു വശം മൂത്തിട്ടുണ്ട്. നമുക്ക് തിരിച്ചു വിടാം. തിരിച്ചു വിട്ട് നമുക്ക് നല്ലപോലെ മൂപ്പിച്ചെടുക്കണം. നല്ലപോലെ മൂത്ത് വരുന്നുണ്ട്. നമുക്ക് തിരിച്ചു വിട്ട് നമുക്ക് ഉടനെ തന്നെ അത് പഞ്ചസാര പാനിലേക്ക് ചേർക്കാം. ഒരു 2 മിനിറ്റെങ്കിലും നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് ലൈനിൽ അത് നല്ലപോലെ പഞ്ചസാര ലൈനൊക്കെ പിടിച്ച് നല്ല വീർത്ത് വരും. നമുക്ക് അത് ചൂടായിട്ട് കിടക്കുന്നത് നല്ലതാണ്. പഞ്ചസാര ലൈനയുടെ ചൂട് കുറയുമ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്ക് അതിനകത്ത് നമ്മുടെ ജിലേബി വറുത്ത് ചേർക്കാം. 2 വശവും തിരിച്ചും മറിച്ചും ഇട്ട് ഒരു 2 മിനിറ്റ് നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നമുക്കത് തിരിച്ചെടുത്ത് മറ്റൊരു പാത്രത്തിലേക്ക് വയ്ക്കാം. നമുക്കിനി അടുത്തതും കൂടെ ചുറ്റിയെടുക്കാം. നമുക്ക് കുറച്ച് വലുതായിട്ടും ചെയ്യാം. ഇപ്പോൾ ഞാൻ തീരെ ചെറുതായിട്ടാണ് ചെയ്തിരിക്കുന്നത്. 3-4 എണ്ണം കൂടെ നമുക്ക് വേണമെങ്കിൽ 2-3 എണ്ണം കൂടെ ഇതിനകത്ത് നമുക്ക് ചുറ്റിയിടാൻ സ്പേസ് ഉണ്ട്. ഞാൻ കുറച്ചായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്കതും മൂത്ത് വന്നിട്ടുണ്ട്. അതും പാനിൽ ഇട്ടതിന് ശേഷം നമുക്കത് തിരിച്ച് മറിച്ചും ഇട്ടതിന് ശേഷം അതും മാറ്റി വയ്ക്കാം. പുറത്തുനിന്നും വാങ്ങി കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിങ്ങനെ തന്നെ വീട്ടിലും ചെയ്യാം. നല്ല കളറൊക്കെ ഉണ്ടായതുകൊണ്ട് കുട്ടികൾക്ക് വളരെ ഇഷ്ടമായിരിക്കും. ആർട്ടിഫിഷ്യൽ കളറൊന്നും ചേർക്കാത്തതുകൊണ്ട് കുട്ടികൾക്കിത് ഹെൽത്തി ആയിട്ട് തന്നെ കഴിക്കാൻ പറ്റും. നമുക്കിനി കുറച്ചും കൂടെ ഒന്ന് ചെയ്തെടുക്കാനുണ്ട്. അതും കൂടെ വറുത്ത് കോരാം.
അങ്ങനെ ഇതും വറുത്ത് കോരാം. ഇത് മൂത്ത് വന്നിട്ടുണ്ട്. ഒരു വശം മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് വീണ്ടും അത് ഒന്നും കൂടെ തിരിച്ചിടാം. ചെറുതാകുമ്പോഴും കുട്ടികൾക്ക് കഴിക്കാനും നല്ലതാണ്. നമുക്ക് അതും തിരിച്ചിട്ട് സിമ്മിൽ വെച്ച് വേണം നമ്മളിത് വറുത്ത് കോരേണ്ടത്, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. അപ്പം നമുക്ക് അതും തിരിച്ചിട്ടതിന് ശേഷം അത് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കതും പാനിയിൽ ചേർക്കാം, പഞ്ചസാര പാനിയിൽ ചേർക്കാം. ഇങ്ങനെ നമുക്കതും പഞ്ചസാര പാനിയിൽ ചേർത്ത് ഒരു 2 മിനിറ്റ് തിരിച്ച് മറിച്ചും ഇട്ടതിന് ശേഷം നമുക്ക് തിരിച്ചെടുത്ത് മറ്റൊരു പാത്രത്തിൽ വയ്ക്കാം. അപ്പോൾ തന്നെ നല്ലപോലെ ഡ്രൈ ആയിട്ടിരിക്കും. അങ്ങനെ പഞ്ചസാരയായിട്ട് ലൈനായിട്ടൊന്നും പുറത്തൊന്നും കാണില്ല. നല്ല ഡ്രൈ ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ജിലേബി എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കണം. അങ്ങനെ നമ്മുടെ ജിലേബി എല്ലാം റെഡി ആയിട്ടുണ്ട്. ഒട്ടും തന്നെ അതിനകത്ത് ജിലേബി എല്ലാം നല്ല ക്രിസ്പി ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ജിലേബി എല്ലാം റെഡി ആയിട്ടുണ്ട്. നിങ്ങളിങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം. വളരെ ഈസിയാണ്. നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളിത് മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എപ്പോഴും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്ത് അഭിപ്രായമാണെങ്കിലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആ ബെല്ലൈക്കനും കൂടെ ഇനേബിൾ ചെയ്യാൻ ശ്രദ്ധിക്കണം. ആ ഓൾ എന്ന ഓപ്ഷനും കൂടെ കൊടുക്കണം. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.